നമസ്തേ, ധന്യാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി രംഗയ്യൻ, കേരള ബ്രാഹ്മിൻസ് ക്യൂസിനിലെ വീഗൻ ഇറച്ചി. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു 30 സെക്കൻഡ്സ് എല്ലാവരും കേൾക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. പ്ലാൻ പ്രോട്ടീനാണ് നമ്മൾ ഈ റെസിപ്പിയിലൂടെ കാണുന്നത്. പ്ലാൻ പ്രോട്ടീൻ മെയിൻലി നമുക്ക് കിട്ടുന്നത് പയറുവർഗ്ഗങ്ങളിലൂടെയാണ്. അതിൽ ധാരാളമായിട്ട് ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ്, പ്രോട്ടീൻസ്, മിനറൽസ്, വൈറ്റമിൻസ് എല്ലാം ഉണ്ട്. പക്ഷെ എപ്പോഴും ഒരു ആനിമൽ പ്രോട്ടീൻ പ്ലാന്റ് പ്രോട്ടീൻ ഡിബേറ്റ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ കാര്യം സിമ്പിളാണ്. ഡിഫറൻസ് ഇതാണ്: നമ്മൾ ആനിമൽ ഫുഡ് ഒരു പ്രത്യേക യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ മനുഷ്യ ശരീരത്തിന് ആവശ്യമായ 9 അമിനോ ആസിഡ്സ് എല്ലാം ഒരു പ്രത്യേക പ്രൊപ്പോർഷനിൽ അതിനകത്ത് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അതിനെ കംപ്ലീറ്റ് ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ആനിമൽ ഫുഡ് ആ ഒരു യൂണിറ്റ് മാത്രം എടുത്താൽ മതി. ഇനിയിപ്പം പ്ലാൻ ഫുഡിലാണ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏത് ഫുഡാണോ എടുക്കുന്നത് അതിൽ എല്ലാം അടങ്ങിയിരിക്കണം എന്നില്ല. ഒന്നോ അതിലധികമോ അമിനോ ആസിഡ്സ്, 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സിൽ ഒന്നോ അതിലധികമോ മിസ്സിംഗ് ആയിരിക്കാം. അതുകൊണ്ടാണ് അതിനെ ഇൻകംപ്ലീറ്റ് ഫുഡ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം റൈസ് പ്ലാൻ ഫുഡാണ്. റൈസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ലൈസീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമിനോ ആസിഡ് മിസ്സിംഗ് ആണ്. അതിന് എങ്ങനെയാണ് നമ്മളത് കംപ്ലീറ്റ് ആക്കുക? അതിൻ്റെ കൂടെ ഒരു ബീൻ ഫ്രൈയോ, ഒരു ചീരത്തോരനോ, ഒരു സോയൻ്റെ ഉപ്പേരിയോ, മെഴുക്ക് വരട്ടിയോ നമുക്ക് ആഡ് ചെയ്യാം. ഇനി അല്ല പരിപ്പ് കറിയോ അല്ലെങ്കിൽ പരിപ്പ് ബേസ് ചെയ്തിട്ടുള്ള കറി, ഒരു പരിപ്പ് ചേർത്ത മത്തൻ്റെ കറിയോ, കായ ഇരശ്ശേരിയോ പരിപ്പ് ചേർത്തിട്ടുള്ളത് കഴിച്ചാലും മതി. അത് കംപ്ലീറ്റ് ആണ്. നമ്മുടെ ഒരു ദിവസത്തെ ഇൻടേക്ക് കംപ്ലീറ്റ് ആക്കാനുള്ള അത്രയ്ക്കും വെറൈറ്റി ഓഫ് വെജിറ്റബിൾ സോഴ്സസ് നമുക്ക് ഉണ്ടെന്നുള്ളതാണ്. വി ജസ്റ്റ് നീഡ് ടു ബാലൻസ് അവർ ഡയറ്റ്, അത്രയേ ഉള്ളൂ. അപ്പോൾ പച്ചക്കറി ഇഷ്ടമുള്ളവർക്ക് പച്ചക്കറി കഴിക്കാം, മീറ്റ് ഇഷ്ടമുള്ളവർക്ക് മീറ്റ് കഴിക്കാം, രണ്ടും ഇഷ്ടമുള്ളവർക്ക് രണ്ടും കഴിക്കാം. പക്ഷേ ദർ ഇസ് നത്തിങ് ലൈക്ക് ദിസ് ഇസ് ഗുഡ്, ദാറ്റ് ഇസ് ബാഡ്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കോണ്ടാക്ട് എ ഡയറ്റീഷ്യൻ. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് വരാം. രംഗയ്യൻ ബ്രാഹ്മിൻസ് കമ്മ്യൂണിറ്റിയുടെ ഒരു റിമാർക്കബിൾ കോൺട്രിബ്യൂഷനാണ് ടു ദി culinary വേൾഡ്. എങ്ങനെയാണ് ഇത്ര സ്വാദോടുകൂടി ഇതിനെ രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു രാത്രി മുഴുവൻ കുതിർത്ത് വെച്ച് എടുത്ത ചെറുപയർ 2 കപ്പ്. അത്രയും ചെറുപയറിന് നമുക്ക് വേണ്ടത് ഒരു 4 വറ്റൽമുളക്, ഒരു 6 മുതൽ 8 വരെ ചെറിയുള്ളി, കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയ അളവിലുള്ള മസാലകളാണ്. പട്ട ഒരു ചെറിയ പീസ്, ഏലക്ക ഒരു ചെറുത്, ഗ്രാമ്പു ഒരു ചെറുത്, പിന്നെ കുറച്ച് പെരിഞ്ജീരകം ഒരു 1/4 ടീസ്പൂൺ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ മല്ലിപ്പൊടിയാണ് വേണ്ടത്. ഇതിന് പകരം മുഴുവനായിട്ടുള്ള മല്ലിയും വേണമെങ്കിൽ എടുക്കാം. ആദ്യം നമുക്ക് ഈ ചെറിയ ഉള്ളി അല്ലാത്ത ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒരുമിച്ച് ചേർത്തിട്ട് ഒന്ന് ചൂടാവുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അത്രമാത്രം മതി. ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് മല്ലിപ്പൊടി ആയതുകൊണ്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നില്ല. അത് ഓൾറെഡി ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചതുമാണ്. അതേസമയം നിങ്ങൾ യൂസ് ചെയ്യുന്നത് മുഴുവനായിട്ടുള്ള മല്ലിയാണെങ്കിൽ ഈ സമയത്ത് ഇതിൻ്റെ കൂടെ ഇട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് നമ്മൾ അടുപ്പത്തുനിന്ന് മാറ്റാം. ഇനി നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചെറുപയർ, ചെറിയുള്ളി, ഇപ്പം നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും കൂടെ ഒരുമിച്ച് ചേർത്തിട്ട് ഒരു ചെറിയ തരിതരിപ്പായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. കൂടെ ഞാൻ പാകത്തിന് ഉപ്പും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ചെറിയ തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. ഇതാ ഇതുപോലെ. മാവിൻ്റെ കൺസിസ്റ്റൻസി ശ്രദ്ധിക്കണേ. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1/2 ടീസ്പൂണിലും കുറഞ്ഞ അളവിൽ
മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു ചെറിയ നിറത്തിന് വേണ്ടി. ഇനി ഇതൊന്ന് നമുക്ക് ആവി കയറ്റി വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളയ്ക്കട്ടെ, അതുവരെ ഈ മാവൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോഴേക്കും ഞാൻ ഈ ചെറുപയർ മാവ് എൻ്റെ കയ്യിലൊരു ബ്രെഡ് പാനുണ്ട്, അതിലേക്കാണ് ഞാൻ ഇത് ഒഴിച്ചിട്ട് വേവിക്കാൻ പോകുന്നത്. നമുക്കൊരു പ്ലേറ്റും യൂസ് ചെയ്യാം, കുഴപ്പമില്ല. എന്തെണ്ണ യൂസ് ചെയ്താലും എണ്ണ വെച്ച് ഉൾഭാഗം ഒന്ന് തടവി കൊടുക്കുക. വെന്ത് കഴിഞ്ഞാൽ അത് അവിടെ ഒട്ടിപ്പിടിച്ച് പോവാതിരിക്കാനാണ്, എളുപ്പത്തിൽ എടുക്കുകയും ചെയ്യാം, അതിന് വേണ്ടിയിട്ടാണ്. ഇതപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഞാൻ ഉള്ളിലൊരു നമ്മുടെ പാത്രം സ്റ്റേബിളായിട്ട് നിൽക്കാൻ വേണ്ടി ഒരു തട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ പാത്രം, നമ്മുടെ മാവ് നിറച്ച പാത്രം ഇറക്കി വെച്ചു കൊടുക്കും. ഇനി നമ്മൾ ഇതിനെ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോഴേക്കും നമുക്ക് താളിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കാം. ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് കടുകാണ്. ഞാനിതിൽ ഏകദേശം 1 ടീസ്പൂണോളം കടുക് എടുക്കും. ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്. ഇനി വേണ്ടത് ഒരു 4 ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞത്, വറ്റൽമുളകും ഇതേപോലെ വട്ടത്തിലരിഞ്ഞിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇപ്പോൾ ഏകദേശം 17.5 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ വേവിക്കാൻ വെച്ച മാവ് തുറന്ന് നോക്കുകയാണ്. എപ്പോഴും ഇത് എടുക്കുന്നതിന് മുന്നേ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കി വെന്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എടുക്കുക കേട്ടോ. ഇതിപ്പം വെന്തിട്ടുണ്ട്. അധികം തണിയുന്നതിന് മുന്നേ തന്നെ ഞാനിപ്പം ഒരു ബട്ടർ നൈഫ് വെച്ചിട്ട് 4 സൈഡും ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. നടുക്കൂടെ ഒന്ന് ഒരു കട്ട് ചെയ്തും കൊടുക്കുകയാണ് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എടുക്കുമ്പോൾ സൈഡൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും, എടുക്കാൻ ബുദ്ധിമുട്ടാവും. ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കട്ടിങ് ചെയ്യാം. ഇത് നമ്മുടെ ഡിഷ് ഫൈനൽ സ്റ്റേജിലെത്തി. ഇനി നമുക്ക് താളിക്കേണ്ട ആവശ്യം കൂടിയേ ഉള്ളൂ കേട്ടോ. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉള്ളി ഒന്നൊരു കുറച്ച് സെക്കൻഡ്സ് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഏകദേശം ആയിട്ടുണ്ട്. അധികം മൊരിഞ്ഞു പോകണ്ട. അതിന് മുന്നേ തന്നെ നമുക്ക് വേവിച്ച് വെച്ച കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ആയി വരണം. പൊതുവെ ചിലരൊക്കെ ഇത് നന്നായിട്ട് എണ്ണയിലിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കും. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഓരോ കഷ്ണത്തിൻ്റെയും ഔട്ടർ പോർഷനൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞാൽ മതി. ഒരു ചെറിയ കളർ ചേഞ്ച് വന്നാൽ മതി. ഇതപ്പം എൻ്റെ ഒരു പാകത്തിനായിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതിലും മൊരിച്ചെടുക്കാം, കുഴപ്പമൊന്നുമില്ല. കുറച്ച് എണ്ണയും കൂടെ വേണ്ടി വരും, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പ്ലേറ്റ് ചെയ്യാം. ഇത് നമ്മൾ റൈസിൻ്റെ കൂടെ, ചപ്പാത്തി, അതുപോലെയുള്ള ബ്രെഡിൻ്റെ കൂടെ, വെറുതെ ടീയുടെ കൂടെ സ്നാക്കായിട്ടും ഇത് കഴിക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കണേ.
അപ്പോൾ ആരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കരുത്. ഇതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ, ഇനി പുതിയ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്.